നമ്മൾ ഹോൺ കേടായി എന്ന് പറഞ്ഞ് സർവീസ് സെൻറ്ററിലൊന്നും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് തന്നെ അഴിച്ച് ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാകുന്നതായിരിക്കും. അതിങ്ങനെ ഇടയ്ക്ക് മഴയത്ത് വെള്ളമൊക്കെ കയറുമ്പോഴും അല്ലെങ്കിൽ കുറേ നാളായിട്ട് നമ്മൾ ട്യൂണൊന്നും ചെയ്യുന്നില്ലല്ലോ, കുറേ നാളായിട്ട് യൂസ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇന്നൊരു DIY വീഡിയോ ആണ് കേട്ടോ. വണ്ടിയുടെ ഹോണ് ഇടയ്ക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാതെ വരുന്നുണ്ട്, ചെറുതായിട്ട് ഹോണിൻ്റെ സൗണ്ട് കുറയുന്നുണ്ട്, പിന്നെ ഹോൺ അടിക്കുമ്പോൾ കുറച്ച് ലാഗ് വരുന്നുണ്ട്. ഇപ്പോൾ ചില സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചാൽ ഹോണ് കേൾക്കാതെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോൺ എങ്ങനെ ട്യൂൺ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ ഗൈസ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഹോൺ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ അലൻ കീ വെച്ചിട്ട് ഈ ഹോണൊന്ന് ഇതിൽ നിന്നൊന്ന് ഡിസ്മാൻഡിൽ ചെയ്തെടുക്കണം. പിന്നെ ഈ കണക്ഷൻസ്, ഹോണിലേക്കുള്ള കണക്ഷൻസ് കറക്റ്റാണോ ഇല്ലയോ അത് ഒന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം ഇത് കണ്ടോ, ഇവിടെയാണ് ട്യൂണിങ്ങിൻ്റെ സ്ക്രൂ ഉള്ളത്, അതൊന്ന് അഴിച്ച് ട്യൂൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് അഴിക്കണം. അപ്പോൾ ഈ വണ്ടിയുടെ ഇത് അഴിക്കാൻ വേണ്ടി ഒരു 4 നമ്പറിൻ്റെ അലൻ കീ ആണ് കേട്ടോ വേണ്ടത്. 4 നമ്പറിൻ്റെ അലൻ കീ. അപ്പം നമുക്കതെടുത്തിട്ട് ഒന്ന് അഴിച്ച് നോക്കാം. നമ്പറിൻ്റെ അലൻ കീ ആണ് കേട്ടോ, ഇതൊരു 4 നമ്പറിൻ്റെ അലൻ കീ ആണ്. നമുക്കിത് വെച്ചിട്ടൊന്ന് അഴിച്ച് നോക്കാം. ഓക്കെ ലൂസാകുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് വയറിങ്ങിന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ അഡ്ജസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ, ഈ സ്ക്രൂ ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഈ സ്ക്രൂ ഇടത്തേക്ക് തിരിച്ച് കഴിയുമ്പോഴത്തേനും അത് ഓക്കെ ആകുന്നതാണ്. അപ്പോൾ ഇത് സാധാരണ എല്ലാ ഹോണുകളിലും സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇടയ്ക്ക് ഈ സ്ക്രൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരാറുണ്ട്. ഇപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 10 മാസത്തോളമായി. അപ്പോൾ നമ്മൾ ഹോൺ യൂസ് ചെയ്യുന്നതനുസരിച്ച് ചില സമയത്ത് ഇത് കുറച്ച് നേരത്തെ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് റസ്റ്റ് പിടിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ എന്നാലും അതൊന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഹോണില്ല, ബൈ ഡീഫോൾട്ട് ഇതൊരു കവർ ചെയ്ത് വെച്ചേക്കായിരിക്കും കേട്ടോ. അത് തുരുമ്പടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതിൻ്റെ റബ്ബർ വെച്ചിട്ടുള്ള സീലൻ്റ് ഒന്ന് മാറ്റണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാർ സ്ക്രൂ ആണ്, അത് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ശരിയാകുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, മതിയാവും. ഇനി ഒന്ന് ഹോൺ അടിച്ച് നോക്കാം. ഓക്കെ ആയില്ലേ? അപ്പോൾ ഹോൺ ശരിയായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് ഹോൺ അടിച്ച്. ഓക്കെ, നല്ല സൗണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, റെഡിയാക്കി. ഇത് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന 4 നമ്പറിൻ്റെ അലൻ കീ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ടൈറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹോൺ ട്യൂൺ ചെയ്യുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ. ജസ്റ്റ് ആ അഡ്ജസ്റ്റിംഗ് നട്ടൊന്ന് ഇടത്തേക്ക് തിരിച്ചാൽ മാത്രം മതി. വളരെ സിമ്പിളാണ്. നമ്മൾ ഹോൺ കേടായി എന്ന് പറഞ്ഞ് സർവീസ് സെൻറ്ററിലൊന്നും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് തന്നെ അഴിച്ച് ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാകുന്നതായിരിക്കും. അതിങ്ങനെ ഇടയ്ക്ക് മഴയത്ത് വെള്ളമൊക്കെ കയറുമ്പോഴും അല്ലെങ്കിൽ കുറേ നാളായിട്ട് നമ്മൾ ട്യൂണൊന്നും ചെയ്യുന്നില്ലല്ലോ, കുറേ നാളായിട്ട് യൂസ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.